അതെ, ഞങ്ങളിന്ന് മോഹൻലാലിൻ്റെ തുടരും സിനിമ കാണാൻ പോയിരുന്നു. തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ മിസ് കോൾസ് ഉണ്ടായിരുന്നു. അതിലൊന്ന് ഞങ്ങളുടെ ഫ്രണ്ട് സോമിനിയുടേതാണ്. സോമിനെ വിളിച്ചത് അവലോസുണ്ട എങ്ങനെ ഉണ്ടാക്കണം എന്നറിയാനായിട്ടാണ്. റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്ത് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ഒന്നുണ്ടാക്കിയാലോ എന്ന്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവലോസ് പൊടി ഇരിപ്പുണ്ട്. പെസായ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ശർക്കരപ്പാനിയും മിച്ചം ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പിന്നെന്താ, ഒന്നും നോക്കിയില്ല. പാൻ അടുപ്പേ വെച്ച് ശർക്കരപ്പാനി ഒഴിച്ച് കുറുകാൻ വെച്ചു. അതിലോട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്, കുറച്ച് ഏലക്കാപ്പൊടി. ജീരകത്തിന് പൊടി ഞാൻ ഇട്ടില്ല, കാരണം അവലോസ് പൊടിയിൽ ഓൾറെഡി ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നെയ്യും. ഇത് ശരിക്കും ഒരു നൂൽ കൺസിസ്റ്റൻസി ആയിട്ട് വരണം, പക്ഷെ അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് ഒട്ടാൻ തുടങ്ങിയപ്പം തന്നെ പൊടിച്ച് വെച്ച അവലോസ് പൊടി അതിനകത്തോട് കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി കുറുക്കി ഇങ്ങെടുത്തു. എന്നിട്ട് ചൂടൊന്ന് സ്റ്റൗവെല്ലാം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കണം. കുറച്ച് ചൂടുള്ളപ്പോൾ സമയത്ത് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത് മാറ്റി, അത് അവലോസ് പൊടിയുടെ കുറച്ച് ഭാഗം മാറ്റി വെച്ച് അതിനകത്തോട്ട് കോട്ട് ചെയ്ത് എടുത്ത് വെക്കണം. ഇത് വൈകുന്നേരത്തെ ചായയുടെയും കാപ്പിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ ഒത്തിരി നല്ലതാണ്. ഇവിടെ ജീക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്.